ലാ തുൽഹിരി ശമാതത, നീ സന്തോഷം പ്രകടിപ്പിക്കരുത്. ലി അഖീക, നിന്റെ സഹോദരനുണ്ടായ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നീ സന്തോഷിക്കരുത്. ലാ തുൽഹിർ, ആ പ്രയോഗം ശ്രദ്ധിക്കണം. നീ സന്തോഷം പ്രകടിപ്പിക്കരുത്. സ്വാഭാവികമായിട്ടും എന്ത് നമ്മൾ മനസ്സിലാക്കണം, എനിക്കൊരാളോട് വെറുപ്പും വിദ്വേഷവും പരസ്പരം വക്കാണും വഴക്കൊക്കെ ആയി ആകെ പ്രശ്നത്തിലായി തെറ്റി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അപ്പുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് മാനുഷികമായിട്ട് നമ്മുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷം ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നൊരു തെറ്റല്ല. അതിന് അയാൾ എന്താ ഉത്തരവാദി? മനസ്സിൽ നിന്ന് വന്നു പോകില്ലേ, അത് അയാൾ തടഞ്ഞാൽ നിൽക്കില്ല. അതേ അവസരത്തിൽ അത് പുറത്തേക്ക് പറയാനോ അതിൻ്റെ സംസാരം ഉണ്ടാകാനോ പാടില്ല, അപ്പം ഹറാമാകും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലെ വചനമോദി, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ എന്ന വചനത്തിന്റെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അതിനൊക്കെ നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും എന്ന ഭാഗം വന്നപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്കൊക്കെ മനസ്സിൽ പലതും തോന്നാറുണ്ട്, അതിനൊക്കെ ശിക്ഷിക്കുവോ? നമുക്കിപ്പോൾ മനുഷ്യന്മാർക്ക് പലപ്പോഴും എന്തൊക്കെ മനസ്സിൽ തോന്നും. ചിലപ്പോൾ തോന്നൂലേ, എന്തിനപ്പം നിസ്കരിക്കണം തോന്നുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് ഇസ്ലാമും എന്താ അതുകൊണ്ടൊക്കെ കാര്യം മനസ്സിൽ പലപ്പോഴും ഇങ്ങനെ ഇബ്ലീസ് തോന്നിപ്പിക്കും. എന്നാൽ നമ്മൾ പറയൂല. പറയുമ്പോൾ അല്ലാഹ് പേടി, എന്നാൽ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് കടത്തി വിടുകയാണ് ശൈത്താൻ. ഇങ്ങനെ മനസ്സിൽ മനുഷ്യന് തോന്നുന്ന തോന്നലുകൾക്ക് ശിക്ഷിക്കപ്പെടുമോ എന്ന് സഹാബത്ത് ചോദിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അത് മനുഷ്യ കഴിവിൽപ്പെട്ടതല്ല. എൻ്റെ മനസ്സിൽ ഇന്നതേ കയറി വരാവൂ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് പുറത്തേക്ക് പറയരുത്. നിങ്ങൾക്ക് ആ തോന്നിയ ചീത്തയായ കാര്യമനുസരിച്ച് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം നിങ്ങൾ കുറ്റക്കാരാവില്ല. ഇതേപോലെ എനിക്ക് പകയും വിദ്വേഷവും ശത്രുതയും നിലനിൽക്കുന്ന ഒരാൾക്കൊരു അപകടമുണ്ടായി, അല്ലെങ്കിൽ അയാൾക്കൊരു പ്രതിസന്ധി ഉണ്ടായി എന്ന് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ ഒരു സന്തോഷം വന്നുകൂടായികയൊന്നുമില്ല. അങ്ങനെ വരാം. യഥാർത്ഥ ഒരു മുഅ്മിൻ അങ്ങനെ വരാൻ പാടില്ല എന്നാണ്. പക്ഷേ എന്താ ചെയ്യാൻ, മനുഷ്യൻ്റെ മനസ്സല്ലേ. അങ്ങനെ വന്നു പോകുന്നൊരു തെറ്റാണോ? അല്ല. അതേ അവസരത്തിൽ അതിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? പ്രവർത്തിക്കാനോ മറ്റെന്തെങ്കിലും പറഞ്ഞ് രസിക്കുവാനോ പാടില്ല. അപ്പോൾ കുറ്റക്കാരനോ. അതാണ് ഇൽഹാറു ശമാതത്ത്. മനസ്സിലായോ? ഹദീസിലെ പ്രയോഗം എന്താണ്? ലാ തുൽഹിരി ശമാതത ലി അഖീക, നിന്റെ സഹോദരനുണ്ടായ പ്രയാസത്തിൽ നീ സന്തോഷം പ്രകടിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഈ പ്രകടിപ്പിക്കാരൻ എങ്ങനെയാണ്? അവന് കുത്തുന്ന വർത്താനം പറയാ, വേദനിപ്പിക്കുന്ന വർത്തമാനം പറയാ, അവന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് പകരം അവന്റെ ദുഃഖത്തെ ഇരട്ടിപ്പിക്കുന്ന വർത്താനങ്ങൾ പറയാ. അതാണ് അത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പ്രകടിപ്പിച്ചാൽ എന്താണ് പറയുന്നത്? അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ. ഫയർഹമുല്ലാഹ്, അപ്പോൾ അല്ലാഹു ആ മനുഷ്യനോട് കരുണ ചെയ്തേക്കും. വയബ്തലിയക, സന്തോഷം പ്രകടിപ്പിച്ച നിന്നെ അല്ലാഹു പരീക്ഷിക്കുകയും ചെയ്തേക്കും. കണ്ടോ? അയാൾക്കുണ്ടായ ഏത് പ്രശ്നത്തിലാണ് നീ സന്തോഷിച്ചത് എങ്കിൽ അയാളുടെ പ്രശ്നം അല്ലാഹു നീക്കിയിട്ട് അത് നിനക്കിട്ട് തരുന്നു. അയാൾക്കുണ്ടായ അതേ പ്രശ്നം പടച്ചോനെ നിനക്കിട്ട് തരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫയുആഫിയഹുല്ലാഹു, അല്ലാഹു അയാൾക്ക് ആഫിയത്ത് കൊടുത്തിട്ട് വയബ്തലിക, നിന്നോട് പരീക്ഷിക്കുന്നു.